ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 55ലേക്ക് സ്വാഗതം. പിന്നെ ഒരു മുറി നമ്മുടെ നവദമ്പതികൾക്കാണ്. അവരുടെ ആദ്യ രാത്രിക്കായി ഒരുങ്ങി ആ റൂം അവരെ കാത്തിരിക്കുകയായിരുന്നു. മനോഹരമായി അലങ്കരിച്ച ആ മെത്തയിൽ കൊക്കുരുമ്മിയിരിക്കുന്ന അരയന്നങ്ങളെ ശല്യപ്പെടുത്താതെ അർജുൻ മലർന്നു കിടന്നു. വിവാഹ ഗൗൺ അഴിച്ചു മാറ്റി കുളിച്ച് കോട്ടൺ ചുരിദാർ എടുത്ത് ധരിച്ചപ്പോഴാണ് നയനയ്ക്ക് പുതുജീവൻ കിട്ടിയത്. വാഷ്റൂമിൽ നിന്നവൾ മുറിയിലേക്ക് ഇറങ്ങി വന്നു. നനഞ്ഞ മുടി തോർത്തിക്കഴിഞ്ഞ് ചീകുമ്പോഴും അർജുൻ ആ കിടപ്പ് തന്നെ. അന്തം വിട്ട ആ കിടപ്പിൻ്റെ കാരണം ജനിപ്പിച്ച അപ്പച്ചൻ കൊടുത്ത ആശീർവാദം ഏൽപ്പിച്ച ഡോസിൻ്റെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് തോർത്ത് വാഷ്റൂമിൽ വിരിച്ചിടാൻ ഒരുങ്ങിയതും അർജുൻ പിറകിലൂടെ വന്ന ആ തോളിൽ കഴുത്ത് വെച്ച് ചാഞ്ഞു കിടന്നു. അവൻ്റെ സ്പർശനത്തിൽ അവളുടെ ദേഹം ഒന്ന് വിറച്ചു. എത്ര നാളായി അവളുടെ ശരീരം അവൻ്റെ ഈ രീതിയിലുള്ള തലോടലുകൾ ഏറ്റുവാങ്ങിയിട്ട്. തോർത്ത് തോളിലിട്ട് നയന അവൻ ആമുഖമായി തിരിഞ്ഞു നിന്നു. അവളുടെ നനഞ്ഞ മുടികൾ ദേഹത്ത് പതിഞ്ഞതും അവൻ്റെ ഉള്ളം കുളിരണിഞ്ഞു. മങ്ങിയ ആ മുഖം അവൾ കൈക്കുമ്പിളിലെടുത്തു. ഞാനില്ലേ കൂടെ? ദുഃഖമുണ്ടാക്കുന്നവരിലേക്ക് മനസ്സെത്തിക്കാതിരുന്നാൽ പോരെ? അവൾ നെറ്റി ചുളിച്ചു വാത്സ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലും കവിളിലും താടയിലും ഒടുക്കം ആ ചുണ്ടിലും ചുംബിച്ചു. അവനിലേക്ക് ചേർന്ന് നിന്ന് അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പഴയ നയനയായി മാറി. ക്ഷീണം പോലും വകവയ്ക്കാതെ അർജുൻ അവൾക്ക് മുന്നിൽ ഉമ്മനീരിറക്കി കൺചിമ്മി അങ്ങനെ നിന്നുകൊടുത്തു. നയന അവളുടെ അതരങ്ങൾ കൊണ്ട് അവൻ്റെ നെറ്റിയിലൂടെ ഊർന്നിറങ്ങി. രോമാവൃതമായ ആ നെഞ്ചം കാണാനും അവനിലേക്ക് അലിഞ്ഞു ചേരാനും വെമ്പുന്ന ഹൃദയത്തോടെ നയന അവൻ ധരിച്ച കോട്ടും സ്യൂട്ടും അയച്ചു മാറ്റി. ഇതിലെന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ആ വന്ന മനുഷ്യൻ ആരാണെന്നാണ് നിങ്ങൾ കരുതി വച്ചേക്കുന്നേ? അവൻ്റെ അപ്പൻ. അച്ചായനെ അറിയാമോ? അപ്പുറത്ത് മുറിയിൽ ഇരുദേഹങ്ങൾ ഒന്നായി ചേരുമ്പോൾ ഇപ്പുറത്ത് തോമസ് ചൂടുള്ള ചർച്ചയിലാണ്. കോശി പക്ഷേ അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ മലർന്നങ്ങനെ കിടക്കുകയാണ്. അമ്മച്ചി മരിച്ചുപോയി. എന്നാ ഈ അപ്പച്ചൻ എന്തിയെ? കെട്ടിനൊന്നും മുന്നിലുണ്ടായില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു. വന്നയാളോട് സംസാരിച്ചതിന് ശേഷം കൊച്ചൻ്റെ മുഖമേ അങ്ങ് മാറി. അതുവരെ തെളിഞ്ഞ മുഖവും ചിരിയല്ലായിരുന്നോ മുഖത്ത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പെണ്ണിൻ്റെ കെട്ട് കഴിഞ്ഞുള്ള രാത്രിയാണോ നിങ്ങൾക്ക് ഈ ദുരന്തം പറച്ചിൽ? എനിക്കൊന്ന് ഉറങ്ങണം. താടക്ക് കൈവച്ച് വിലപിക്കുന്ന ത്രേസ്യക്ക് നേരെ കോശി എഴുന്നേറ്റിരുന്ന ഉടനെ ഒച്ച വെച്ചു. അത് കേട്ട് കുഞ്ഞുമോളും പിള്ളേരും പേടിച്ചു. തോമസ് ത്രേസ്യയോട് കണ്ണുകൊണ്ട് ഒന്നും മിണ്ടണ്ടെന്ന് കാണിച്ചു. ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവനെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വിശ്വാസമാ. നിങ്ങൾ എന്നാണ് അവനെ മനസ്സിലാക്കുക? കാലം ഇങ്ങനെ കടന്നു പോകട്ടെ. കോശി ബെഡിലേക്ക് കിടന്ന് പുതപ്പ് ദേഹത്തേക്കിട്ടു. അങ്ങനെയൊന്നും ബഹളം വെക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാത്ത ഭർത്താവിനെ ഈ നല്ല ദിവസം സങ്കടപ്പെടുത്തിയതിൽ ത്രേസ്യക്ക് വല്ലാത്തത് വിഷമം തോന്നി. ഇപ്പോഴും എന്തെങ്കിലും നിഗൂഢത സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തോമസാണ് ഈ പ്രശ്നം ഇവിടെ കൊണ്ടിട്ടത് എന്ന് സ്വയം കരുതി അവർ കഴുകി. ഒരപ്പൻ എങ്ങനെ ആയിക്കൂടാ എന്നതിൻ്റെ ഉദാഹരണമാണ് അയാൾ. തോമസും തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ട ഷോക്കിൽ കോശിയുടെ അരികിൽ വന്നിരുന്നു. പുലർച്ചെ തന്നെ നയനയും കുടുംബവും അർജുൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. അർജുൻ്റെ കാറിൽ നയനയും പിള്ളേരും തോമസും കയറി. മോഹൻ്റെ കാറിൽ നിധയും പിൻസീറ്റിൽ കോശിയും ത്രേസ്യയും ഇരുന്ന് അവർ യാത്ര തുടങ്ങി. ബാംഗ്ലൂരിൽ അർജുൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് അവർ കാറ് കൊണ്ട് നിർത്തി. പിറകെ തന്നെ മോഹൻ്റെ കാറും വന്നു അർജുൻ്റെ കാർ നിർത്തിയതിൻ്റെ തൊട്ടരികിൽ പാർക്ക് ചെയ്തു. ദീർഘദൂര യാത്രയായതിനാൽ അപ്പച്ചൻ്റെ കാര്യത്തിലായിരുന്നു ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. എന്നാൽ യാതൊരുവിധ ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാവാതെ അപ്പച്ചൻ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. അർജുൻ ഇറങ്ങി നയനയ്ക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൾ തനിക്ക് പിറകിൽ വരുന്ന എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ ആ വീട്ടിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങി നിന്നു. അന്ന് ഈ വീട്ടിൽ നിന്ന് അവസാനം പോരുമ്പോൾ ഇല്ലാത്ത ഒട്ടേറെ മാറ്റങ്ങൾ ഇപ്പോൾ ഈ വീടിനുണ്ടെന്ന് അവളുടെ ഒരു വേള നോട്ടയിൽ മനസ്സിലാക്കി. ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു വീടിന് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അവൾ ചിന്തിക്കുകയും ചെയ്തു. തോമസ് ആ വീടിൻ്റെ തലയെടുപ്പ് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നതിനിടയിൽ കൂടെ വന്നവർ എവിടെയെന്ന് പോലും നോക്കാൻ തുനിഞ്ഞിട്ടുമില്ല. ഇത് അവരുടെ വീൽചെയർ ഉരുട്ടി നയനയുടെയും അർജുൻ്റെയും അരികിലേക്ക് വന്നു. അകത്തു നിന്ന് തിരി തെളിയിച്ചു വിളക്കുമായി സീത വന്നതും നയനയുടെ മിഴികൾ വിടർന്നു. ഈ വീട്ടിൽ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ സർപ്രൈസായി പോയി അത്. സ്നേഹത്തോടെ അർജുനെ നോക്കുമ്പോൾ
അവർക്ക് പിറകിലായി കുറച്ചപ്പുറം മാറി ഈ കാഴ്ചകളൊക്കെയും കണ്ടു നിൽക്കുന്ന രാജനെ അർജുൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. മുൻപ് ഞങ്ങൾ താമസിച്ച വീട്ടിൽ അവനും കൂടെ ഉണ്ടായിരുന്നു എന്ന് അർജുൻ നിതയോട് പറയുമ്പോൾ നയന ലജ്ജയോടെ ത്രേസ്യയെ നോക്കുകയും ത്രേസ്യ അപ്പോഴേക്കും അവളിലുള്ള നോട്ടം മാറ്റി കോശിയെ നോക്കി. സീത ആ വിളക്ക് നിതയുടെ കയ്യിൽ കൊടുത്തു. ഉള്ളിലൊരു വിറയലോടെ അവരത് വേഗം വാങ്ങുകയും കണ്ണീരോടെ മോഹനെ നോക്കുകയും ചെയ്തു. വലതുകാല് വെച്ച് കേറൂ കുട്ടി, നിത വിളക്ക് നയനയ്ക്ക് കൈമാറുന്നേരം പറഞ്ഞു. അവളുടെ കാലുകൾ കയ്യും വിറക്കുന്നതിനോടൊപ്പം തന്നെ തിരിനാളവും നൃത്തം ചെയ്തു. ഇതണഞ്ഞു പോകുമോ അർജുനേട്ടാ? ഒരു കൈകൊണ്ട് ആ ദീപനാളത്തെ കാറ്റിൽ നിന്നും മറച്ചു പിടിച്ച് നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ മെല്ലെ ചോദിച്ചു. അവളുടെ സ്വരത്തിൽ ഒരു പരിഭ്രമമുണ്ടായിരുന്നു. മര്യാദക്ക് നിന്നാൽ ഒന്നും അണയില്ല. അവളുടെ കാലുകളുടെ വികൃതികൾ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ കണ്ണുരുട്ടി പറഞ്ഞു. ആ വാക്കുകളിൽ ശാസനയേക്കാൾ കൂടുതൽ ഒരു കുസൃതിച്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വാ. വലിയൊരു കരുതലോടെ അവളുടെ തോളിൽ പതിയെ കൈവച്ച് അർജുനും അവൾക്കൊപ്പം ആ ഉമ്മറപ്പടികൾ കയറി. അവർക്ക് പിന്നാലെ ആ മുറ്റത്ത് നിന്നവരൊക്കെ അകത്തേക്ക് പ്രവേശിച്ചു. വന്നു കയറിയവർക്ക് ഒരുക്കിയ കൂൾ ഡ്രിങ്ക്സ് അവിടെയുള്ള ഈവൻറ്റ് സർവീസുകാർ അവർക്ക് സെർവ് ചെയ്തു. നയനയുടെ ശ്രദ്ധ വിളക്കിലെ തിരികളിൽ മാത്രമാണ്. ആ തിരി അണയുന്നത് അശുഭലക്ഷണമാണെന്ന് എന്നോ ഒരിക്കൽ റിമ പറഞ്ഞത് കൃത്യമായി ഓർമ്മയിൽ വരികയും ചെയ്തു. വീടിൻ്റെ ഹാളിൻ്റെ മൂലയിൽ സെറ്റ് ചെയ്ത പൂജാമുറിയിൽ ലക്ഷ്യം ജയിച്ചു അവൾ ആ വിളക്ക് വെച്ചിട്ടൊരു ദീർഘനിശ്വാസം വലിച്ചു. ചേർത്ത് വെച്ചു തൊഴുതു വിറയലോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നയനയെ കണ്ടു നിത അവളുടെ അരികിലേക്ക് വന്നു. കുട്ടിക്ക് അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചോളൂ, ദൈവങ്ങളൊക്കെ ഒന്നല്ലേ. നയന അവരെ നോക്കി പുഞ്ചിരിച്ചു. വീണ്ടും ആ പൂജാമുറിയിലേക്ക് നോക്കി. അവിടെ മാലയിട്ട് വെച്ച നീരജയുടെ ഫോട്ടോ കൊണ്ട് മുഖം മങ്ങി. അർജുൻ, നിത അവിടെ ഇരുന്ന് വിളിച്ചു. അവനൊരു ജ്യൂസ് ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് അവർക്കരികിലേക്ക് വന്നു. ഇന്ന കുടിക്ക് നിതാമ, ഇത് കഴിഞ്ഞ് കാലൊന്ന് നിവർത്തി മലർന്ന് കിടക്കട്ടെ. കുറേ ദൂരം ട്രാവൽ ചെയ്തതാണ്. റിസപ്ഷന് പോകുമ്പോൾ അയ്യോ അമ്മേ എനിക്ക് വയ്യെന്നും പറഞ്ഞ് വന്നേക്കരുത്. നീ പോച്ചക്ക, അതൊക്കെ ഞാൻ നോക്കിക്കോളും, ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് നോക്കിക്കോളും. അർജുൻ ഇപ്പോൾ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു വാ. നിത അവൻ്റെ കയ്യിൽ പിടിച്ചു അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പറഞ്ഞതിനെ അനുസരണയോടെ പോകുന്നവനെ നോക്കുമ്പോൾ ഉള്ളിലെ സന്തോഷം കൊണ്ട് അവരുടെ മുഖം പ്രസന്നമായി. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മകനെന്ന് ആരോ കാതിൽ പറയുന്ന പോലെ. അർജുൻ നേരെ ചെന്ന് നയനയോട് കാര്യം പറഞ്ഞു. അവളെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങി. തൊടിയുടെ തെക്കേ മൂലയിലാണ് അസ്ഥിത്തറ നിർമ്മിച്ചിട്ടുള്ളത്. ആ മുറ്റം കടന്ന് ചെറിയ മതിലിൻ്റെ ഇടവാതിൽ തുറന്നു. തൊടിയിലേക്ക് ഇറങ്ങിയപ്പോഴേ നയനക്കുള്ളിൽ പേരറിയാത്തൊരു പരിഭ്രമം. തൻ്റെ കൈവെള്ളയിൽ മുറുകെ പിടിച്ചവനിൽ സ്വയം ആശ്വാസം കണ്ടെത്തി അവൾ അവനെ പിന്തുടർന്നു. അസ്ഥിത്തറക്ക് മുൻപിൽ കത്തിച്ചു വെച്ച തിരിവിളക്കിന് മുൻപിൽ അവൾ തൊഴുതു നിന്നു. ഈ വീട്ടിൽ അമ്മയുടെ മകൻ്റെ ഭാര്യയായി സന്തോഷത്തോടെ കഴിയാൻ അനുഗ്രഹിക്കണമെന്നവൾ അവനോട് ചേർന്ന് നിന്നു ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. വൈകിട്ട് ഇൻ്റർനാഷണൽ ഹാളിലാണ് റിസപ്ഷൻ വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും പെണ്ണും ചെക്കനും ഒരുങ്ങി ബന്ധുക്കൾക്കൊപ്പം റിസപ്ഷൻ വെച്ച ഹാളിലേക്ക് പുറപ്പെടും. നയന അസ്ഥിത്തറയുടെ അരികിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. അർജുൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അമ്മയും മകനും എന്തെങ്കിലും ഒക്കെ മിണ്ടിയും പറഞ്ഞു. നിൽക്കട്ടെ എന്നവൾ വെറുതെ ആഗ്രഹിച്ചു. മിണ്ടുമായിരിക്കും, അങ്ങനെ നിത്യവും മിണ്ടാനല്ലേ അമ്മയ്ക്ക് അർജുനേട്ടൻ്റെ വീടിൻ്റെ തൊട്ടരികിൽ ഉറങ്ങാൻ ഇടാൻ കൊടുത്തത്. നയന മുറ്റത്ത് കൂടി നിൽക്കുന്നവരുടെ ഇടയിലൂടെ അകത്തെ ഹാളിലേക്ക് ചെന്നതും കണ്ടു വലിയ ബാഗുകൾ താഴെ വെച്ച് ടേബിളിലിരുന്നു ചായ കുടിക്കുന്ന 2 പെൺകുട്ടികളെ. നയന അപ്പച്ചനും അമ്മച്ചിയും ഇരുന്നിടത്തേക്ക് നോക്കി. അവരോടൊക്കെ പോയി അല്പനേരം വിശ്രമിക്കാൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ ആരെയാണ് തിരയുന്നതെന്നറിഞ്ഞു നിത പറഞ്ഞു. ഇതാണ് ബ്രൈഡ്. നിത അവർക്ക് എതിർവശം ഇരിക്കുന്നവരോട് പറയുന്നത് കേട്ടു. ആ പെൺകുട്ടികൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആരാണെന്ന് അറിയില്ലെങ്കിലും തിരിച്ച് അവളും. ഇവർ അയാളൊരു ദേവതയാക്കി തരും. നിത അവളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് നയനക്ക് അവിടെ ഇരിക്കുന്നവരെ പിടികിട്ടിയത്. അതെന്താ, എൻ്റെ ഭാര്യ ഇപ്പോൾ ദേവതയല്ലേ? ചോദ്യം കേട്ട് നിത തിരിഞ്ഞു നോക്കുന്നിടത്തേക്ക് നയനയും നോക്കി. ഒന്നുമിടാതെയാണ് അവൾ കഴക്. കൈ കെട്ടി കണ്ണു നിറക്കി. അർജുൻ പറഞ്ഞത് കേട്ട് ഒരു തരിപ്പ് അവളുടെ നെറുകയിൽ നിന്ന് പാദങ്ങളിലേക്ക് പടർന്നു. നിത അവൻ്റെ ആ കുസൃതി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി മുഖം ചുളിച്ച് താക്കിയതോടെ കണ്ണുരുട്ടി. അവൻ നിതയിൽ നിന്നുള്ള നോട്ടം മാറ്റി നയനയെ നോക്കി. അല്ലിഞ്ഞെരിച്ചുള്ള അവളുടെ നോട്ടം അവനിൽ മാത്രമാണ്.
കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം കരഞ്ഞിട്ടുണ്ട്. ആ കണ്ടുപിടുത്തത്തിൽ അവളുടെ ഉള്ളു പിടഞ്ഞു. അമ്മയോട് എന്തു പറഞ്ഞാവും കരഞ്ഞിട്ടുണ്ടാകുക? അമ്മ ജീവിച്ചിരുന്നിട്ടും ലഭിക്കാതെ പോയ മാതൃസ്നേഹം, ആത്മാവിൻ തലോടൽ അവൻ അറിയുന്നുണ്ടാകും. ഇതുപോലെ ഡാഡയിലേക്കും ഒരു മടക്കമുണ്ടാകുമോ? ചില മനുഷ്യർ തിരുത്തിയെഴുതാൻ കഴിയാതെ ഉറച്ചങ്ങനെ നിൽക്കും. ആരുടെ പ്രേരണ കൊണ്ടും തന്നിലൊരു വ്യതിയാനം ഉണ്ടാകില്ല എന്ന വാശിയോടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് സ്വന്തം സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലരുണ്ട്. ആർക്കു മുന്നിലും സ്വയം തിരുത്താൻ തയ്യാറാവാത്ത ഒരുതരം കടുംപിടുത്തം അവരിൽ കാണാം. ശിവമാധവൻ എന്ന നിഗൂഢ മനസ്സിനുടമ അങ്ങനെ നിലനിൽക്കട്ടെ. എവിടെ വരെ എന്ന് ചോദിച്ചാൽ എത്തുന്നിടം വരെയും. കുട്ടി റൂമിൽ പോയി ഫ്രഷ് ആയിക്കോളും, അപ്പോഴേക്കും അവർ അങ്ങോട്ട് വന്നോളും. ചിന്തയിൽ കാട് കയറി നിൽക്കുന്നവളോടായി പറഞ്ഞതും അവൾ എന്തോ കേട്ടില്ല എന്ന മട്ടിൽ അവിടെ നിന്ന് പോയി. ഉടനെ അവളുടെ പിറകിൽ പോയവനെ നിത തിരിച്ചു വിളിച്ചു. ഈ നിതാം ഒരു ശല്യം തന്നെ, അവൻ കുറുമ്പോടെ പതുക്കെ പറഞ്ഞു. എന്താ ഒരു പിറുപിറുക്കൽ? കള്ളച്ചെറുക്ക, നിന്റെ ദേവത പോയി ഫ്രഷായി വന്നോട്ടെ. നീ അവളുടെ കൂടെ പോയാലേ അതൊന്നും നടക്കില്ല. നീ നടത്തില്ല. സമയമില്ല. വൈകിട്ട് 7 മണിക്ക് ഫംഗ്ഷൻ ആരംഭിക്കും. താഴെയുള്ള റൂമിൽ പോയി ഫ്രഷ് ആയിക്കോ. നിന്നെ റെഡിയാക്കാനുള്ള ടീം ഇപ്പം അങ്ങ് എത്തും. ചിരിയോടെ നിത അവൻ്റെ കവിളിൽ നുള്ളിവിട്ടു. നിത ആ ബ്യൂട്ടീഷ്യൻസിന് നിർദ്ദേശം കൊടുത്തതുപോലെ തന്നെ നയനയെ അവർ അണിഞ്ഞൊരുക്കി. തൻ്റെ കണ്ണിൽ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ അവളെ കണ്ടു നിധയുടെ മിഴികൾ ഈറനണിഞ്ഞു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വേഷപ്പകർച്ചയിൽ മകളെ കണ്ട് വിസ്മയത്തോടെ കോശിയും ത്രേസ്യയും നയനയെ അങ്ങനെ നോക്കി നിന്നു. ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രവും മേക്കപ്പുമാണ്. നയനയെ ഈ വിധം ഭംഗിയാക്കിയവർ അവളോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട ഒരുക്കത്തിൽ ക്ഷീണിതയായിട്ടും ഈ നിമിഷങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവശതയെല്ലാം മറന്നവൾ പുഞ്ചിരിച്ചു നിന്നു. പുഞ്ചിരിയാണല്ലോ അവളുടെ മെയിൻ. പിന്നീട് അവളുടെ പല ആംഗിളിലുള്ള ഫോട്ടോയും അവർ എടുക്കുന്നുണ്ട്. അത് നോക്കി കുഞ്ഞുമോളും പിള്ളേരും ഇരുന്ന്. പ്രൊമോഷനാണല്ലോ. കുഞ്ഞുമോൾ ഓടിച്ചെന്ന് അവളുടെ ആഭരണങ്ങളിൽ തൊട്ടു നോക്കി. അർജുനും അവൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മുറിയിൽ നിന്നിറങ്ങി. അവരും അർജുൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അലങ്കരിച്ച കാറിൽ പിറകെ നടക്കുന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞു കൊടുത്തതുപോലെ നയനയുടെ കൈവിരലുകളിൽ പിടിച്ച് റൂഫ് തുറന്നിട്ട കാറിൽ അവർ കയറിപ്പോയി. അവരെ വരവേൽക്കാൻ കാത്തിരുന്ന ആ വലിയ ഹാൾ, അതിന് മുൻവശത്ത് പിരിച്ചിട്ട നീണ്ട പരവതാനിയിലൂടെ അർജുൻ്റെ കൈ പിടിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ നയനയുടെ മിഴികൾ തേടിയത് അപ്പച്ചനെയും അമ്മച്ചിയുമായിരുന്നു. അവർ തൻ്റെ എതിർവശത്തുള്ള ആൾക്കൂട്ടത്തിലുണ്ടെന്ന് കണ്ടതും പോയ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അവളൊന്ന് നെടുവീർപ്പിട്ടു. തന്നോട് ചേർന്നു വരുന്നവളുടെ മനസ്സിലെ അസ്വസ്ഥതകൾ മനസ്സിലാക്കിയെന്നോണം അർജുൻ അവളെ ഒന്ന് നോക്കി. അവളും അവനെ ഒന്ന് മുഖം നേരെ ഉയർത്തി നോക്കി. ഈ നിമിഷം വരെ അവർ പരസ്പരം നേരെ നോക്കിയിട്ടില്ല. ആ മുഖം അങ്ങനെ നേരെ കണ്ടതും പരിസരബോധവും ആദ്യം അകന്നുപോയി. നയനയൊരു സുന്ദരൻ, അതിസുന്ദരനായിട്ടുണ്ട്. ആ മുഖം ചേർത്തു പിടിച്ചു കടിച്ചെടുക്കാനുള്ള കൊതിയിൽ അവൾ വിയർത്തു. തുടരും.